കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. നേതാക്കളെ വെള്ളപൂശി ഇഡിയുടെ കുറ്റപത്രം 23 പേരെ പ്രതികളാക്കി കലൂർ PMLA കോടതിയിൽ ഹാജരാക്കിയ കുറ്റപത്രത്തിൽ ബി.ജെ.പി. നേതാക്കൾ ആരും പ്രതികളോ സാക്ഷികളോ അല്ല. കൊള്ളയടിച്ച പണത്തിന് സോഴ്സ് ഉണ്ടെന്ന ധർമ്മരാജന്റെ വാദം അതേപടി അംഗീകരിച്ചാണ് കുറ്റപത്രം. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, വലിയ തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾ ബി.ജെ.പിക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ഒരു കൊടകര കുഴൽപ്പണ കേസ്. തിരഞ്ഞെടുപ്പുകളിൽ അടക്കം അതിലാണിപ്പോൾ ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും സ്വാതി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. സംസ്ഥാന പോലീസ് അന്വേഷിച്ചപ്പോൾ ബി.ജെ.പി. നേതാക്കൾ ആരോപണ വിധേയരായിട്ടുള്ള ആ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി.ജെ.പി. നേതാക്കളെ രക്ഷിച്ചെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ബി.ജെ.പി. നേതാക്കൾ ആരും തന്നെ ഈ കേസിൽ സാക്ഷികളോ പ്രതികളോ അല്ല. ഇപ്പോൾ ഇത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുകയാണ്. 23 പേരാണ് ഈ കേസിലാകെ പ്രതികളായിട്ടുള്ളത്. അതിൽ ഒരാൾ പോലും ബി.ജെ.പി. നേതാക്കളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നേരത്തെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. നേതാക്കൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു. സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന തുക അത് ബി.ജെ.പി. നേതാക്കൾ തന്നെ തട്ടിയെടുത്തു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പണം 3,56,00,000 രൂപ, ആ പണം ധർമ്മരാജൻ എന്ന് പറയുന്ന കേസിലെ ഒരു പ്രതി, പരാതിക്കാരനും ഒപ്പം തന്നെ സാക്ഷിയുമായിട്ടുള്ള ഒരാൾ, അയാൾ നൽകിയിട്ടുള്ള തെളിവുകൾ, അത് സംബന്ധിച്ചുള്ള രേഖകൾ അതെല്ലാം ഇ.ഡി. അംഗീകരിക്കുകയാണ്. ഈ പണത്തിന് കൃത്യമായ കണക്കുണ്ട് എന്നാണ് ഇ.ഡി. പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഈ കൊള്ളയടിക്കപ്പെട്ട പണം അത് എന്തു ചെയ്തു എന്നാണ് ഇ.ഡി. അന്വേഷിച്ചത്. ഈ കൊള്ളയടിച്ച ആളുകൾ എന്തു ചെയ്തു എന്നാണ്. അല്ലാതെ ഈ പണം എവിടെ നിന്ന് വന്നതോ, ഈ 42 കോടിയോളം രൂപ പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി കേരളത്തിലേക്ക് എത്തി, അത് കള്ളപ്പണമാണ് എന്നുള്ള ഒരു ആരോപണമൊന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് തിരൂർ സതീഷ് അടക്കമുള്ള ബി.ജെ.പിയുടെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ആരോപണങ്ങൾ, അക്കാര്യങ്ങളൊന്നും തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ടില്ല. പകരം ധർമ്മരാജൻ്റെയാണ് ഈ 3,56,00,000 രൂപ. ആ 3,56,00,000 രൂപയ്ക്ക് ധർമ്മരാജൻ ഒരു കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള രേഖകൾ കൈമാറിയിട്ടുണ്ട്. അതെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശരിവയ്ക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ പൂർണ്ണമായും ബി.ജെ.പി. നേതാക്കളെ അംഗീകരിക്കുന്ന, ശരിവയ്ക്കുന്ന, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു കുറ്റപത്രമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. സ്വാതി, അതുതന്നെയാണ് സഹീൻ. കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. നേതാക്കളെ വെള്ളപൂശി ഇഡിയുടെ കുറ്റപത്രം 23 പേരെ പ്രതികളാക്കി കലൂർ PMLA കോടതിയിൽ ഹാജരാക്കിയ കുറ്റപത്രത്തിൽ ബി.ജെ.പി. നേതാക്കൾ ആരും പ്രതികളോ സാക്ഷികളോ അല്ല.